പണ്ട് പണ്ട് കേരളത്തിലെ മനോഹരമായൊരു ഗ്രാമത്തിൽ കണ്ടൻ എന്നു പേരുള്ളൊരു പൂച്ചയുണ്ടായിരുന്നു. നല്ല തടിച്ച കൊഴുത്ത ശരീരവും ഓറഞ്ച് നിറവുമുള്ള കണ്ടൻ പൂച്ച പക്ഷേ വലിയൊരു മടിയനും അത്യാഗ്രഹിയുമായിരുന്നു. എലികളെ പിടിക്കാനോ അധ്വാനിക്കാനോ അവനിഷ്ടമല്ലായിരുന്നു. അയൽപ്പക്കത്തെ വീടുകളിൽ കയറി പാലും മീനും കട്ടുതിന്നുന്നതായിരുന്നു അവന്റെ പ്രധാന പണി. ഗ്രാമവാസികൾക്ക് കണ്ടനെക്കൊണ്ട് വലിയ ശല്യമായി. അടുക്കളയിൽ അടച്ചുവെച്ചിരിക്കുന്ന പാത്രങ്ങൾ തട്ടിയിട്ടും ഉറിയിൽ തൂക്കിയിട്ട കലങ്ങളുടച്ചും അവൻ ഭക്ഷണം മോഷ്ടിച്ചു. അങ്ങനെയിരിക്കെ ഗ്രാമത്തിലെ മാധവൻ എന്ന കർഷകൻ തന്റെ കോഴികളെ പിടിക്കാൻ വരുന്ന കുറുക്കനെ പിടിക്കാനായി വലിയൊരു കൂട് മുറ്റത്ത് വെച്ചു. ആ കൂടിനുള്ളിൽ നല്ല മണമുള്ള വറുത്ത മീൻ കഷ്ണങ്ങൾ മാധവൻ വെച്ചിരുന്നു. മീനിന്റെ മണം പിടിച്ചു പിടിച്ച് കണ്ടൻ പൂച്ച അവിടെ എത്തി. ആഹാ, എന്ത് നല്ല മണം! ഇന്ന് വയറ് നിറയെ മീൻ തിന്നാം, കണ്ടൻ വിചാരിച്ചു. ചുറ്റും ആരുമില്ലെന്നുറപ്പുവരുത്തിയ കണ്ടൻ പതുക്കെ ആ കൂടിനടുത്തേക്ക് ചെന്നു. കൂടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഉള്ളിലെ മീൻ കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളമൂറി. ഒട്ടും ആലോചിക്കാതെ അവൻ ആ കൂടിനുള്ളിലേക്ക് ചാടിക്കയറി മീൻ തിന്നാൻ തുടങ്ങി. പെട്ടെന്നാണ് ഡപ്പ് എന്ന ശബ്ദത്തോടെ കൂടിന്റെ വാതിൽ അടഞ്ഞത്. കണ്ടൻ ഞെട്ടിപ്പോയി. അവൻ മീൻ തിന്നുന്നത് നിർത്തി പുറത്തിറങ്ങാൻ നോക്കി. പക്ഷെ വാതിൽ തുറക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് കമ്പികളിൽ മാന്തി നോക്കി. ഉച്ചത്തിൽ മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞു. പക്ഷെ ആരും വന്നില്ല. രാത്രിയായി, നല്ല ഇരുട്ടും തണുപ്പും. പാവം കണ്ടൻ ആ കൂട്ടിലിരുന്ന് വിറച്ചു. താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് അവൻ കരഞ്ഞു. നേരം വെളുത്തു. മാധവനും അദ്ദേഹത്തിന്റെ ചെറിയ മകൾ അമ്മുവും കൂട് പരിശോധിക്കാൻ വന്നു. കൂടിനുള്ളിൽ കുറുക്കന് പകരം നമ്മുടെ കണ്ടൻ പൂച്ചയെ കണ്ട് മാധവന് ദേഷ്യം വന്നു. നീയാണല്ലേ എന്റെ വീട്ടിലെ പാലും തൈരും കട്ടുകുടിക്കുന്നത്? മാധവൻ ചോദിച്ചു. കണ്ടൻ പേടിച്ചു വിറച്ചു. എന്നാൽ ചെറിയ കുട്ടിയായ അമ്മുവിന് പൂച്ചയെ കണ്ടപ്പോൾ സഹതാപം തോന്നി. അച്ഛാ, പാവം പൂച്ച, ഇതിനെ നമുക്ക് വെറുതെ വിടാം, അവൾ അച്ഛനോട് പറഞ്ഞു. മകളുടെ വാക്കുകേട്ട മാധവൻ കൂടിന്റെ വാതിൽ തുറന്നു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കണ്ടൻ പൂച്ച അവിടെ നിന്നും ഒരൊറ്റ ഓട്ടം വെച്ചുകൊടുത്തു. ഇനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്നും അധ്വാനിച്ച് ജീവിക്കുമെന്നും അവൻ തീരുമാനിച്ചു. അതിനുശേഷം കണ്ടൻ ഗ്രാമത്തിലെ നല്ലൊരു പൂച്ചയായി ജീവിച്ചു. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ കഥകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഏതുതരം കഥകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യൂ.